ചെയിനും കൊണ്ട് വരുമെന്ന് പറയുമ്പം അതാരാ ചെയിനും കൊണ്ട് വരുന്നത്? ഏത് ക്രിസ്മസ് കാരോളുകാരെ ചെയിനും കൊണ്ട് വരുന്നത്? ഇതൊക്കെ ദീസ് ആർ ഈസി. കാറിൽ ആൾക്കാർ വരുന്നവരെല്ലാം ഭയങ്കര ഒരു ലിക്കറിനപ്പുറം ഒരു ആനിമൽ സ്പിരിറ്റ് എന്ന് പറയാം. ആ ഒരു സ്പിരിറ്റിലേക്ക് ചാടി. ഞാനൊരു എക്സ് മിലിറ്ററി ഓഫീസറുമാണ്, അസോസിയേറ്റ് പാസ്റ്ററുമാണ്. അപ്പം എന്നെയും അടിക്കാൻ ശ്രമിക്കുന്നു. ഇഞ്ചുറി ആകുമ്പം ഇറ്റ് ഈസ് 307 അപ്ലൈ ചെയ്യേണ്ട കേസാണത്. കാരൽ സിംഗിന് ആൾക്കാരാണെങ്കിൽ ഇവർ പോലീസ് വരുമ്പോൾ ഓടിപ്പോകേണ്ട ആവശ്യം തീർക്കും. പോലീസ് വരുന്നത് ഇവരങ്ങ് ഓടിപ്പോവുകയും ചെയ്തു. ഞങ്ങൾ ഒരാളെ പിടിച്ചു വെച്ചു. ഞങ്ങൾ കുമ്പനാട്ടിലെ പൂർ ഇറ്റ് ഈസ് ഞങ്ങളുടെ റെജിമാണ്, ഞങ്ങളുടെ കിങ്ഡമാണെന്നുള്ളൊരു റൈറ്റ് വേർഡ് ചെയ്ത ഒരു ആനിമൽ സ്പിരിറ്റ്, ഒരു മൃഗീയ ബിഹേവിയർ ആയിരുന്നു. അങ്ങ് അറ്റാക്കിങ്, കോൺസ്റ്റൻ്റ്ലി അറ്റാക്കിങ്. ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റും. അവൻ ഫാദർ 25 ഏർലി മോർണിംഗ് നിങ്ങൾ പള്ളിക്ക് നേരെ ഒരു കൂട്ടം യുവാക്കളൊരു പ്രചരണം അല്ലെങ്കിൽ ഒരു ഉണ്ടായി. എന്താണ് സംഭവിക്കുന്നത്? 25 ഏർലി മോർണിംഗ്, അത് 24 രാത്രിയിൽ ഞങ്ങളുടെ കാരൽ സർവീസിൻ്റെ അവസാനത്തെ വീട്ടിൽ ഞങ്ങൾ കയറി. കാരൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ ഒരു ശക്തമായ സൗണ്ട് ഗേറ്റിൻ്റെ വെളിയിൽ കാണുന്നു. ഞങ്ങളെല്ലാം അങ്ങോട്ട് ഓടിച്ചെന്നപ്പോൾ വെളിയിൽ ഒരു 8-10 പേര് വന്ന് ഗേറ്റ് ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് തുറക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ 2-3 പേര് വിളിച്ചെന്നു. അവരോട് സംസാരിച്ച് പറഞ്ഞു അകത്തുനിന്ന് ഞങ്ങൾക്ക് കുറച്ച് പേരെ അടിക്കണമെന്ന്. അപ്പോൾ എന്താ കാരണമൊന്നും അറിയുന്നില്ല. അപ്പോൾ പിന്നെ അവർ അങ്ങനെ ഭയങ്കര ബഹളം. ഞങ്ങൾ ചെന്നു. അതവരെ തിരിച്ചുവിടാൻ ശ്രമിച്ചു. അങ്ങനെ ബെഗ് ചെയ്തു, ഇവിടെ നിങ്ങൾ നോക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇവിടെ 10-35 പേരുണ്ട്. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളാണ്, കുറച്ച് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ കേൾക്കുന്നില്ല. അതിനുശേഷം ഒരു 10 മിനിറ്റ് ശേഷം പിന്നെ ഒരു ബൈക്കിൽ 3-4 പേര് വരുന്നു. അതിന് കുറച്ച് ശേഷം നിങ്ങളുടെ കൈ നിങ്ങളുടെ ആൾബലം കൊണ്ട് ഉണ്ടാക്കല്ലോ. ഈ ചേട്ടൻ വന്ന് അടികൊള്ളു. ചേട്ടൻ ബാബുവിന്റെ അടുത്ത പോകുന്നത് ഇവരടിക്കണ്ടേ? കാറിൽ ആൾക്കാർ വരുന്നവരെല്ലാം ഭയങ്കര ഒരു ലിക്കറിനപ്പുറം ഒരു ആനിമൽ സ്പിരിറ്റ് എന്ന് പറയാം. ആ ഒരു സ്പിരിറ്റിലേക്ക് ചാടി. ബഹളം വെക്കുന്നു, മതിൽ ചാടിക്കയറുന്നു. അപ്പം ഞങ്ങൾ അവിടെ വെളിയിൽ നിന്ന് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പാസ്റ്ററിനെ അവരങ്ങ് അടിച്ചു. പിന്നെ വേറൊരു മോനുണ്ടായിരുന്നു, അവനൊരു ഇന്ത്യൻ മിലിറ്ററി വർക്ക് ചെയ്യുന്നത്. അപ്പം അവനെ അടിക്കുന്നു. ഞാനൊരു എക്സ് മിലിറ്ററി ഓഫീസറുമാണ്, അസോസിയേറ്റ് പാസ്റ്ററുമാണ്. അപ്പം എന്നെയും അടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈ ചാടി കയറിയവർ സൈക്കിൾ ചെയിൻ എടുത്ത് പറയുന്നു ഗേറ്റ് തല്ലി തുറക്കുക, അകത്തെ എല്ലാവരും സ്ത്രീകളെയും കുഞ്ഞുങ്ങളും എല്ലാവരും നമുക്ക് അങ്ങ് അടിക്കാവുന്നു.
അപ്പോഴത്തേനും ഞാൻ എൻ്റെ കയ്യിൽ SHOയുടെ നമ്പറുണ്ട്. ഞാൻ 2 പ്രാവശ്യം വിളിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം SHO അത് ഫോണെടുത്ത് പെട്ടെന്ന് ഫോഴ്സസിനെ കൊണ്ടുവരുമായിരുന്നു. അവർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിരുന്നു. മരണം വരെ സംഭവിക്കും. കാരണം ചെയിനിങ് എന്ന് പറഞ്ഞാൽ മാരകമായത് വേണം. ഹോമിസൈഡ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ബട്ട് ദൈവത്തിൻ്റെ മഹാകൃപയും കൊണ്ട് പോലീസ് ടൈംലി വന്നുകൊണ്ട് പോലീസ് വന്ന ഉടനെ ഇവരങ്ങ് ഡിസ്പേഴ്സ്ഡായി പോയി. ഇപ്പം ഇവർ കാരൽ സിംഗിങ് ഇവർ കാരൽ സിംഗിങ് ആൾക്കാരാണെങ്കിൽ പോലീസ് വരുമ്പോൾ ഓടിപ്പോകേണ്ട ആവശ്യം എന്താ അവർക്ക്? പോലീസ് വരുന്നത് ഇവരങ്ങ് ഓടിപ്പോവുകയും ചെയ്തു. ഞങ്ങൾ ഒരാളെ പിടിച്ചു വെച്ചു. അതുകൊണ്ട് പോലീസിന് ഒരാളെ കിട്ടുകയും ചെയ്തു. ആ സമയത്ത് ഈ സാമൂഹ്യ വിരുദ്ധർ മദ്യം മാത്രമല്ല മറ്റ് ലഹരിക്കും അടിമപ്പെട്ട രീതിയിലാണ് ഞാൻ വിഷ്വൽസ് കണ്ടായിരുന്നു. ആ രീതിയിലാണല്ലോ അവർ പ്രവർത്തിച്ച സ്ത്രീകൾക്ക് നേരെ ഗേറ്റ് ചാടി ആക്രമിക്കാൻ വരുന്നത് കണ്ടു. അപ്പോൾ നിങ്ങൾക്കത് എന്താണ് തോന്നുന്നത്? മദ്യം മാത്രമാണോ അതോ നമ്മൾ പിന്നെ ഞാൻ വളരെ സീനിയർ ഡെസിഗ്നേഷൻ ആൾക്കാരോട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് എ പാസ്റ്ററൽ കെയറിൽ ആൾക്കാർ ഇടുമ്പോൾ നമുക്കറിയാം ഒരു ലിക്കറിൻ്റെ ഇൻടോക്സിക്കേറ്റഡ് ആവുന്ന വ്യക്തിയുടെ ഒരു ബിഹേവിയറും അതർ സബ്സ്റ്റൻസ് അബ്യൂസിൽ ഡ്രഗ് അബ്യൂസിലുള്ള ആൾക്കാർ ഒരു ഡ്രഗ് അബ്യൂസ് ആകുമ്പോൾ ഒരു ഓൺ സ്റ്റേറ്റിലാണല്ലോ. ആ ഓൺ സ്റ്റേറ്റിലാകുമ്പോൾ അവർക്ക് ടെറിബിൾ ഇറിറ്റേഷനും ഉറക്കമില്ലായ്മ അങ്ങനെ നമുക്ക് സാധാരണ ഒരു ഈവൻ ലിക്കർ അഡിക്റ്റിനേക്കാൾ അപ്പുറമായ ഞാൻ പറഞ്ഞില്ല റൈറ്റ് വേർഡ് ഒരു ആനിമൽ സ്പിരിറ്റ്, ഒരു മൃഗീയ ബിഹേവിയർ ആയിരുന്നു. അങ്ങ് കോൺസ്റ്റൻ്റ്ലി അറ്റാക്കിങ്. ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റും. അവൻ പുറമോട്ട് വന്നു. കാണുന്നവരെല്ലാവരെയും അടിക്കുന്നു, മതിൽ ചാടിക്കയറുന്നു. പിന്നെ അതിൻ്റെ കൂടെ വളരെ അബ്യൂസീവ് ലാംഗ്വേജ്. നമുക്ക് എല്ലാം കുഞ്ഞുങ്ങൾക്ക് സ്ത്രീകളൊക്കെ പറയുന്നത് കേട്ടോ, മോനെ ഉപദ്രവിക്കില്ലെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും വക വയ്ക്കാതെയാണ് കണ്ടിന്യൂസ്ലി 45 മിനിറ്റ് ഓഫ് ടെറർ ആയിരുന്നു അവിടെ. ഞാൻ പറഞ്ഞില്ല, പോലീസ് ആ സമയത്ത് വന്നപ്പോൾ ഇവരങ്ങ് ഓടിപ്പോയി. ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും 1 വയസ്സുള്ള കുട്ടി, ഹാൻഡിക്യാപ്റ്റുള്ള കുട്ടികൾ, അവർക്കെല്ലാം ഡാമേജ് വന്നേനെ. അപ്പം ഇവരുമായിട്ട് മുമ്പ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇവരാരെന്നും നമുക്കറിയത്തില്ല. ഇതിൻ്റെ ലേറ്റർ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടി വന്നപ്പോൾ ഇവരെല്ലാം ആ കവലയിലൊക്കെ ഇരുന്ന് ആര് പോകുമ്പോഴും ഇവർ കിടന്ന് അലയ്ക്കുന്നുണ്ട്, അവരെ കളിയാക്കും. നമ്മൾ ഒരു ഹൂളിഗനിസം അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വണ്ടി തിരിച്ച് വന്നപ്പോൾ ഇവരുടെ ഹെഡ്ലൈറ്റ്, ഇപ്പം ലാസ്റ്റ് വീട്ടിലോട്ട് വരില്ലേ, ഹെഡ്ലൈറ്റ് ഇവരുടെ മുഖത്തടിച്ചു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് ഇറങ്ങി വന്നപ്പം അതൊന്നും ഒരു ചെറിയ ഓൾട്ടർക്കേഷനുണ്ട്. അതിൻ്റെ റിവെഞ്ചായിട്ടാണ് ഒരു 10 മിനിറ്റിന് ശേഷം ഇവരൊരു ടീമായിട്ട് വന്നത്. ഇത് ജസ്റ്റ് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾ കുമ്പനാട്ടിലെ ഹൂർ ഇറ്റ് ഈസ് ഞങ്ങളുടെ റെജിമാണ്, ഞങ്ങളുടെ കിങ്ഡമാണെന്നുള്ളൊരു CPM പാർട്ടിയുടെ ബന്ധമുണ്ടെന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇവരെ മുമ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ? എനിക്ക് അതൊന്നും അറിയില്ല പാർട്ടിയായിട്ട് ബന്ധമുണ്ട്. ബട്ട് ഇവർ ടിപ്പിക്കൽ ഗുണ്ട ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ഒരു ബിഹേവിയറാണ് കാണിച്ചേക്കുന്നത്. എൻ്റെ ഇതിൽ പറഞ്ഞ ഒരു ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയാം. ഡ്രഗ് അഡിക്ട്സും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലും ആ ഒരു ബിഹേവിയർ അവർ കാണിച്ചത്. ഇപ്പോൾ കേസ് കൊടുത്തായിരുന്നല്ലോ, എന്തായി എൻ്റെ സ്ഥിതി എന്തായി? ഞാൻ SHOയോട് സംസാരിച്ചു. അവർ പറഞ്ഞു 4-5 പേരെ നാബ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻസ് ഏതൊക്കെയാണ് എക്സാക്ട്ലി? പക്ഷേ 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നോ മോർ ദാൻ 15 പീപ്പിൾ. അതിലെ മെയിൻ കൾപ്രിറ്റ് ബിനുവിനെതിരായിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ കേട്ടത്. ഹീസ് അബ്സ്കോണ്ടിങ്. അവർ നോക്കുന്നുണ്ട്. അപ്പം ഈ നോൺ ബെയിലബിൾ ക്ലോസസ് ഇടുമെന്ന് എന്നോട് പറഞ്ഞത്. ബട്ട് എനിക്ക് FIRന്റെ കോപ്പീസ് ഒന്നും എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇല്ല. നിങ്ങൾ ചോദ്യം ചെയ്തായിരുന്നു, മൊഴി എടുത്തായിരുന്നു? മൊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ മെയിൻ പ്രതിയെ കിട്ടാത്തതും അതുപോലെ തന്നെ ഈ കേസ് FIR ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചായിരുന്നു സ്റ്റേഷനിൽ? കാര്യം സ്റ്റേഷനിൽ FIR ഇടേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇന്നലെ രാത്രി കൊണ്ട് അവർ പ്രിപ്പയർ ചെയ്യുകയാണ്. അവർ മാസ്റ്റർ എഴുതാൻ വന്നായിരുന്നു. ഐ ഹോപ്പ് ഇന്ന് ചെയ്ത് കാണും. അതിന് ഞാൻ ചോദിച്ചിട്ടില്ല അവർ. പക്ഷേ SHOട്ട് ഇത് SHO ഓവർ ഹിയർ ഇൻ കോയിപ്പുറം നല്ലൊരു എൻ്റെ പേഴ്സണൽ ഇൻട്രാക്ഷൻ ഈസ് എ ഗുഡ്. ഈസ് ബീൻ വെരി ആക്റ്റീവ്ലി ഡൂയിങ് ഇറ്റ്. അതിനപ്പുറമേ ഉന്നതരിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടതായിട്ട് എന്തെങ്കിലും അറിയാമോ?
ഐ എം ഹിയറിംഗ് ന്യൂസസ് ലൈക്ക് ദാറ്റ് ബട്ട് ഇതിനൊന്നും എനിക്ക് പ്രൂഫ്സ് ഒന്നുമില്ല. ബട്ട് എൻ്റെ ബേസിക് ഇൻട്രാക്ഷൻ വിത്ത് SHO, ഞാൻ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ആരോട് സംസാരിച്ചിരുന്നില്ല. കാരണം SHO വളരെ കോഡിയിൽ നമ്മളോട് എൻഗേജ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം. ബട്ട് ഐ ഹോപ്പ് അവർ ഇതൊരു നോൺ ബെയിലബിൾ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട്, കാരണം ഹെഡ് ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ നമുക്കും, ഞാൻ സർവീസിലൊന്നും എനിക്കറിയാം, ഹെഡ് ഇഞ്ചുറി ആകുമ്പം ഇറ്റ് ഈസ് 307 അപ്ലൈ ചെയ്യേണ്ട കേസാണ് ഇതൊക്കെ. വലിയ തടി കഷ്ണവും ഓൾമോസ്റ്റ് 10 inches, ലെസ് ദാൻ എ ഫീറ്റ്, 10 inches വിത്ത് അതും ഓൾമോസ്റ്റ് ക്ലോസ് ടു മീറ്റർ നീളോളം കൊണ്ട് തലക്കടിച്ചത്. ഇപ്പോഴും കൈക്ക് ഇഞ്ചുറി ഉണ്ട്, ഒടിഞ്ഞിട്ടുണ്ട്, കൈ വെച്ചോണ്ട് തലയ്ക്ക് പൊട്ടൽ വന്നില്ല. ഇറ്റ് ഈസ് എമൗണ്ടിങ് ടു അറ്റംപ്റ്റ് ടു മർഡർ. ചെയിനും കൊണ്ട് വരുമെന്ന് പറയുമ്പം അതാരാ ചെയിനും കൊണ്ട് വരുന്നത്? ഏത് ക്രിസ്മസ് കാരോളുകാരാ ചെയിനും കൊണ്ട് വരുന്നത്? ഇതൊക്കെ ദീസ് ആർ ഈസി പ്രൂഫ്സ് ടു ബിലീവ് ഇതൊരു ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അണ്ടർ ഡ്രഗ് അബ്യൂസ്. ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണോ, അതോ എന്തെങ്കിലും കോംപ്രമൈസിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമോ, അതോ കേസുമായിട്ട് മുന്നോട്ട് പോകും? കേസുമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇത് സോഷ്യൽ പ്രോബ്ലമാണ്. ഇത് കുമ്പനാട് എന്ന് പറഞ്ഞാൽ വളരെ ക്വയറ്റായിട്ടും ഇത് ഒരു പയസായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക് തന്നെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം. അപ്പം ഇത് ആരെങ്കിലും സംബഡി ഹാസ് ടു സ്റ്റാൻഡ് അപ്പ്, റൈറ്റ്? ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇന്നുണ്ടായി, നാളെ വേറെ ആർക്കും ഉണ്ടാകാം. ഇപ്പോൾ ഇവരെ ഇത് കണ്ടെയ്ൻ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് പിന്നെയും ഇവർക്ക് എനർജി വരുവാണ്. പക്ഷേ ഒരു പേരിന് വേണ്ടിയിട്ട് ചെറിയ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുക്കുന്നതെങ്കിൽ കാര്യം ചെയ്തത് ആ ചെറിയ വകുപ്പിനുള്ള പണിയല്ല അവന്മാർ ചെയ്തത്. ദിസ് ഈസ് പ്യുവർലി an attempt to murder ആണത്. അറ്റംപ്റ്റ് ടു മർഡർ എന്ന് പറയുമ്പോൾ സീരിയസ് നോൺ ബെയിലബിൾ ക്ലോസസ് കിട്ടണം. കാരണം അതാ സംഭവിച്ചു. സപ്പോസ് ഒരു ഡെത്തോ അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഞ്ചുറി പറ്റിയാൽ പിന്നെ ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് സോറി എന്ന് പറയാനല്ലേ പറ്റത്തുള്ളൂ. അതെ. അത് മറ്റുള്ളവർക്കല്ലേ നഷ്ടമാകുന്നത്. നമ്മൾ എന്തിനങ്ങനെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം? കുമ്പനാട് ഇസ് എ പീസ് ലവിങ് പ്ലേസ്. ഏറ്റവും കൂടുതൽ ചർച്ചസ് ഉള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കേരളത്തിൻ്റെ പീസ് ലവിങ് ഏരിയയിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹൈലി ക്വസ്റ്റ്യനബിൾ. സംതിങ് ഹാസ് ടു ബി ഡൺ വിത്ത് ദിസ്. എൻ്റെ ഇത് ഹംബിൾ റിക്വസ്റ്റ് എൻ്റെ പ്ലീസ്.